മുതിർന്ന ഓഫീസേഴ്സ് മുതിർന്ന ഓഫീസേഴ്സ് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം തുടങ്ങുമല്ലോ. കൂടാതെ ഞങ്ങളത് ബാക്കപ്പ് ചെയ്യാൻ ഞങ്ങളുടെ ടീം ഇവിടെ നിന്നുള്ള ഞങ്ങളാണല്ലോ കേസ് മിസ്സായ ടീം തിരുവനന്തപുരം സിറ്റി പോലീസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനായി SIയും വനിതാ പോലീസും ടീമും അടക്കം ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതെ, അതായത് രണ്ട് യാത്രക്കാരാണ് ഈ സംശയം തോന്നി കുട്ടിയെ നോക്കുന്നത്. ഒരാൾ ഫോട്ടോ എടുക്കുന്നത്, ഒരാൾ നെയ്യാറ്റിൻകര ഇറങ്ങുന്നു, ഒരാൾ പാറശാല ഇറങ്ങുന്നു. പാറശാല ഇറങ്ങുന്ന കുട്ടിയോടും വിളിച്ച് ഞങ്ങൾ കൺഫേം ചെയ്തു. കുട്ടി പാറശാല ആ യാത്രക്കാരി ഇറങ്ങുമ്പോഴും കുട്ടി യാത്ര തുടരുകയാണ്. അതുകൊണ്ടാണ് കുട്ടി ട്രെയിൻ എവിടെയാണോ നിൽക്കുന്നത് അതുവരെ പോയി കാണുമെന്ന് നിങ്ങൾ കരുതുന്നത്. എന്നിരുന്നാൽ തന്നെയും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അദ്ദേഹം കന്യാകുമാരി SPയെയും അതേപോലെ നാഗർകോവിൽ SPയെയും രണ്ടുപേരെയും വിളിക്കുകയും അത് കഴിഞ്ഞ് തുടർന്ന് കന്യാകുമാരിയിൽ നിന്ന് വീണ്ടും കുട്ടി മറ്റൊരു ട്രെയിനിൽ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവാൻ കഴിയാത്തത് കൊണ്ട് അത് മുതിർന്ന ഉദ്യോഗസ്ഥർ റെയിൽവേ പോലീസുമായിട്ടും മറ്റും സീനിയർ ഓഫീസേഴ്സുമായിട്ട് അവർ IG അദ്ദേഹവും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഫർദർ ഇന്റർസ്റ്റേറ്റ് സഹായം സീനിയർ ഓഫീസേഴ്സ് അവർ തമ്മിൽ ബാച്ച്മേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ രീതിയിലുള്ള അന്വേഷണം തുടങ്ങിക്കാണും. അതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ടീം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായും ലീഡ് കിട്ടിക്കഴിഞ്ഞു കുട്ടിയെ കണ്ടെത്തും. വൈകുന്നേരത്തിന് മുമ്പ് തന്നെ സുരക്ഷിതമായി ഈ രക്ഷിതാക്കളുടെ കയ്യിൽ ഈ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി കൊടുക്കാൻ പറ്റുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഉറപ്പായും പോലീസ് ഇത്രത്തോളം, അതായത് നമുക്ക് കഴക്കൂട്ടം വരെ CCTV കിട്ടിയുള്ളൂ. പിന്നെ കുട്ടി ഒരു ബ്ലാങ്ക് ആയിരുന്നു, കുട്ടി എങ്ങോട്ട് പോയെന്ന്. സ്വാഭാവികമായി ബസ്സിൽ കയറി പോയതുകൊണ്ടായിരിക്കും. അപ്പൊ ഇതുവരെ കിട്ടിയ അതുപോലെ ഇതേപോലെ ഈ പറയുന്ന നിങ്ങളുടെ ഈ മാധ്യമപ്രവർത്തകരുടെയും അതേപോലെ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതും കൊണ്ട് നമ്മുടെ ഈ കുട്ടിയുടെ പടവും ബാക്കിയുള്ള ക്ലിപ്പിങ്ങും ബാക്കിയുള്ള കൂടുതൽ ആൾക്കാർക്ക് നാളെ രാവിലെ വരുമ്പോഴത്തേക്കും ഇതിനെ എത്തിക്കഴിഞ്ഞ് കാണും. അപ്പോൾ തന്നെ കുട്ടി ഏതെങ്കിലും കടകളിൽ നിന്നോ മറ്റോ ഫർദർ ഇൻഫർമേഷൻ ഉറപ്പായിട്ടുണ്ട്. കഴക്കൂട്ടം ACP ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. വളരെ നേരത്തെ തന്നെ ഈ വിവരം പരാതി കിട്ടിയ ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം പല വഴിക്കായി പോലീസ് നടത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ACP അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ പെൺകുട്ടിയെ തിരികെ എത്തിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്നുകൂടി പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. എന്തായാലും നമുക്കറിയേണ്ടത് പെൺകുട്ടി കന്യാകുമാരിയിൽ തന്നെയാണ് ഇറങ്ങിയത്, അതല്ല മറ്റ് സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള സാധ്യത എത്രമാത്രമാണ്, ഇത്തരം കാര്യങ്ങളിലെ ഒരു സ്ഥിരീകരണം, അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതാണ് നമുക്കിനി ലഭിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം 9:30 രാത്രി 9:30 തുടങ്ങി പിന്നീട് ഓരോ മണിക്കൂറുകളിലും കൃത്യമായി പുതിയ ലീഡുകളിലേക്ക് ഈ വാർത്ത മാറുമ്പോഴെല്ലാം തുടർച്ചയായി തത്സമയ സംപ്രേഷണമാണ് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിയത്. ഏറ്റവും 18-ാം മണിക്കൂറിലാണ് നമ്മൾ കാത്തിരുന്ന ആ വാർത്ത 24 സ്ക്രീനിലൂടെ പ്രേക്ഷകരിലേക്ക് പെൺകുട്ടി യാത്ര ചെയ്യുന്ന ചിത്രം, ഒപ്പം തന്നെ ഏത് ട്രെയിനാണ് എന്നടക്കമുള്ള വിവരങ്ങൾ 24 ബ്രേക്ക് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ മണിക്കൂറിൽ മാറുകയും ചെയ്തത്.